പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഇപ്പൊ അതിനെ ടെററിയം പല രീതിയിൽ ഇങ്ങനെ ഫ്ലോ വരത്തക്ക രീതിയിൽ ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം മാത്രം പ്ലാന്റിനെ കുറിച്ച് നമ്മൾ വളർത്തുന്ന പ്ലാന്റിനെ കുറിച്ച് പണ്ട് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളർത്താൻ പോകുന്ന മീനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, വളർത്തുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പ്ലാന്റ് ടാങ്ക് വെക്കുമ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിന് എത്രത്തോളമുള്ള ലൈറ്റ് വേണ്ടി വരും. പ്ലാന്റ് ടാങ്കിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് അത്യാവശ്യം കോസ്റ്റ്ലി വരുന്നതാണ്. സാധാ ലൈറ്റുകൾ പോരാതെ വരും. വളരെ എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതേസമയം നോർമൽ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ ചെറിയ പ്ലാന്റ്സ്, ചെറിയ ലൈറ്റുള്ള നോർമൽ നമ്മുടെ ലൈറ്റുകളോ മതിയാകും. ഇനി പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ടാങ്കിൽ വയ്ക്കുമ്പോൾ എന്താണ് മീനുകൾക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്ലാന്റ്സ് ഡേ ടൈമിൽ എന്ത് ചെയ്യുക, ടാങ്കിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് ടാങ്കിനകത്ത് നമുക്ക് മീനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടും. അതേസമയം പലരും ആൾക്കാർക്ക് അറിയാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്